ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പെൺകുട്ടികളെ ഇപ്പോഴും ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു വിടുന്നുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി നിരവധി സ്ത്രീകൾ വിവാഹം കഴിക്കാതിരിക്കാൻ തീരുമാനിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദക്ഷിണ കൊറിയയിൽ ഒരു കൂട്ടം സ്ത്രീകൾ പരസ്യമായി അവിവാഹിതരായി തുടരാൻ തീരുമാനിച്ചു. വിവാഹം വളരെയധികം ഉത്തരവാദിത്വങ്ങളോടെയാണ് വരുന്നതെന്നും അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു. പുരുഷന്മാരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണാത്മക പെരുമാറ്റം തങ്ങളെ സുരക്ഷിതരല്ലെന്ന് തോന്നിപ്പിക്കുന്നുവെന്നും അവരിൽ ചിലർ പറയുന്നു. ഇത് അവർ വിവാഹം ഒഴിവാക്കുന്നതിനുള്ള അനവധി കാരണങ്ങളിൽ പെടുന്നു. അത്ഭുതകരമാം വിധം വലിയൊരു വിഭാഗം സ്ത്രീകൾ അവിവാഹിതരായി തുടരുന്ന ചില മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ അവിവാഹിതരായ സ്ത്രീകളുള്ള മുസ്ലിം രാജ്യം ഏതാണ്? ഗൾഫ് മേഖല മുഴുവൻ ഉൾപ്പെടുന്ന ഒരു മുൻകാല റിപ്പോർട്ട് അനുസരിച്ച് 24 വയസ്സിന് മുകളിലുള്ള ഏകദേശം 25 ദശലക്ഷം സ്ത്രീകൾ ഇപ്പോഴും അവിവാഹിതരാണ്. ഈ സ്ത്രീകളിൽ ചിലർ 35 വയസ്സിന് മുകളിലുള്ളവരും ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ലാത്തവരുമാണ്. ഒരു ഗവേഷണ പഠനം കാണിക്കുന്നത് ഈജിപ്തിലാണ് ഏറ്റവും കൂടുതൽ അവിവാഹിതരായ സ്ത്രീകളുള്ളത്. അതായത് ഏകദേശം 9 ദശലക്ഷം. ഇത് മൊത്തം എണ്ണത്തിൻ്റെ 1/3 വരും. ഈ സ്ത്രീകളെ പലപ്പോഴും സ്പിൻസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഒരിക്കലും വിവാഹം കഴിക്കാത്തവരും സാധാരണ വിവാഹപ്രായം കഴിഞ്ഞവരുമായ സ്ത്രീകളെ സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നു. ഈജിപ്തിന് ശേഷം അൾജീരിയയാണ് 2ാം സ്ഥാനത്ത്, ഏകദേശം 4 ദശലക്ഷം അവിവാഹിതരായ സ്ത്രീകൾ. ഇറാഖിൽ ഈ സംഖ്യ ഏകദേശം 3 ദശലക്ഷവും യമനിൽ ഏകദേശം 2 ലക്ഷവുമാണ്. സുഡാൻ, ടുണീഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ ഓരോന്നിലും ഏകദേശം 1,50,000 അവിവാഹിതരായ സ്ത്രീകളുണ്ട്. കുവൈറ്റ് അടിസ്ഥാനമായ അൽ റായ് എന്ന പത്രത്തിൻ്റെ 2010 റിപ്പോർട്ടിൽ നിന്നാണ് ഈ ഡേറ്റ ലഭിച്ചത്. സിറിയയും ലെബനനെയും കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അവിടെ അവിവാഹിതരായ സ്ത്രീകളുടെ എണ്ണം ഏകദേശം 70,000-വും 45,000-വും ആണ്. ജോർദാനിലെ വിവാഹ പ്രവണതകളിലെ മാറ്റവും ഇത് ചൂണ്ടിക്കാട്ടി. അവിടെ സ്ത്രീകളുടെ വിവാഹപ്രായം 30-ൽ നിന്ന് 32 വയസ്സായി ഉയർന്നതും ഒരു കാരണമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകൾ വിവാഹം കഴിക്കാത്തത്? ഈ രാജ്യങ്ങളിൽ സ്ത്രീകൾ വിവാഹം കഴിക്കാതിരിക്കാൻ തീരുമാനിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസം. കൂടുതൽ സ്ത്രീകൾ കോളേജിലേക്കും സർവകലാശാലകളിലേക്കും പോകുന്നു. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് കരിയർ ആദ്യമെന്ന പ്രവണത. പല സ്ത്രീകളും തങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിനും സെറ്റിലാകുന്നതിനും മുമ്പ് സാമ്പത്തികമായി സ്വതന്ത്രരാകുന്നതിനും ആഗ്രഹിക്കുന്നു. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്ഥിരതയുള്ള ഒരു ജോലിയും ജീവിതവും അവർ ഇഷ്ടപ്പെടുന്നു. മറ്റൊന്ന് വിവാഹ ചെലവിലെ വർധനവ്. പല മുസ്ലിം രാജ്യങ്ങളിലും വിവാഹം കഴിക്കുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്. സ്ത്രീധനം, സമ്മാനങ്ങൾ, വിവാഹ സൽക്കാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കായി കുടുംബങ്ങൾ ധാരാളം ചിലവഴിക്കുന്നു. ഈ ചിലവുകൾ വലിയൊരു ഭാരമാകാം. ചില സ്ത്രീകൾ അത് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ വിദ്യാഭ്യാസം, സാമ്പത്തികം, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സ്ത്രീകൾ സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. പലർക്കും വിവാഹം ഇനി ഏക മാർഗമോ പ്രഥമ പരിഗണനയോ ആയി കാണുന്നില്ല എന്നതാണ് സത്യം.